ഹായ്. പല കുട്ടികളിലുണ്ടാകുന്നൊരു വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കണ്ടീഷനാണ് എന്യൂറിസിസ് അല്ലെങ്കിൽ ഉറക്കിൽ മൂത്രമൊഴിച്ചു വന്ന ബെഡ് വെറ്റിംഗ് എന്നൊക്കെ പറയുന്ന കാര്യം. സാധാരണ കുട്ടികളിൽ ബ്ലാഡർ കൺട്രോൾ എത്തുന്നത് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്ലാഡർ കൺട്രോൾ ആവും. എന്നാൽ ചില കുട്ടികൾ 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഉറക്കിൽ അറിയാതെ മൂത്രമൊഴിച്ചു വന്ന പ്രയാസം ഉണ്ടാവാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളിൽ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയ്ക്കൊക്കെ ഇതൊരു വല്ലാതെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് റിയഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് 2 തരത്തിൽ വരാം. ഇതുവരെ ജനിച്ച മുതൽ ഇതുവരെ ആ ഒരു ബ്ലാഡർ കൺട്രോൾ വരാത്ത കുട്ടികളുണ്ടാവും. അത്തരം കണ്ടീഷൻസാണ് പ്രൈമറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അലാം തെറാപ്പി ചെയ്യാം. ഒരു കൃത്യമായ സമയത്ത് അലാം വെച്ചിട്ട് കുട്ടികളെ എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിപ്പിക്കാം. അതുപോലെ 7 മണിക്ക് ശേഷം നമ്മൾ അധികം ലിക്വിഡായിട്ടുള്ള രാത്രി ഒരു 7 മണിക്കൊക്കെ ശേഷം അധികം ലിക്വിഡായിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോളാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം. അതിലൊന്നും കൺട്രോൾ ആവുന്നില്ല എങ്കിൽ നമുക്ക് മെഡിക്കൽ തെറാപ്പി എന്തെങ്കിലും ടാബ്ലറ്റ്സുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതിനെ കൺട്രോളാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അലാം തെറാപ്പിയും അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ബെഡ് വെറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അടുത്തുള്ളൊരു പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് കൂടുതൽ ഇവാലുവേഷനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ, താങ്ക് യു.